അൻവറിൻ്റെ കൂറുമാറ്റം UDF നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അപ്പോൾ UDF വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം അദ്ദേഹം, ഒരു രാഷ്ട്രീയ വഞ്ചന അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. എന്തുകൊണ്ട് M സ്വരാജ് എന്ന പേരിലെത്തി? ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂർ മണ്ഡലത്തിൽ ആവശ്യമാണ് എന്നുള്ള ബോധ്യമാണ് സ്വരാജിലേക്ക് എത്തുന്നത്. ചർച്ച ചെയ്ത സമയത്ത് ഏകണ്ഠമായി ഉയർന്നു വന്നുള്ള അഭിപ്രായം സ്വരാജ് സ്ഥാനാർത്ഥിയാവണമെന്നാണ്. അതാണ് പാർട്ടി തീരുമാനമായിട്ട് മാറിയത്. സ്വരാജ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുന്നതിലും ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ കഴിവ് നേരത്തെ തന്നെ പ്രകടമായിട്ടുണ്ട്. അദ്ദേഹം നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ തെളിമ ബോധ്യമാകുന്നതാണ്. കഴിഞ്ഞ 2 തവണ LDF സിറ്റിംഗ് സീറ്റാണ്. ഒപ്പം LDF CPM പ്രതിസന്ധിയിലാക്കി കൂറുമാറി അല്ലെങ്കിൽ രാജിവെച്ച് പോയ ഒരാളാണ്. ആ നിലയിൽ ഒരു അഭിമാന പോരാട്ടമായി തന്നെ ഇതിനെ CPM കാണാം. ഈ അൻവറിൻ്റെ കൂറുമാറ്റത്തെ ഞങ്ങൾ ഇങ്ങനെയല്ല കാണുന്നത്. അൻവറിൻ്റെ കൂറുമാറ്റം UDF നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. UDF വേണ്ടിയാണ് അൻവറിൻ്റെ കൂറുമാറ്റം. ഇപ്പോഴും അദ്ദേഹം പല പ്രശ്നങ്ങളിലും അസ്വസ്ഥനാണെങ്കിലും ഇപ്പോഴും UDF ചേരിയിലാണല്ലോ അദ്ദേഹം നിൽക്കുന്നത്. നാളെയും അദ്ദേഹം UDF ചേരിയിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ UDF വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം അദ്ദേഹം, ഒരു രാഷ്ട്രീയ വഞ്ചന അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് നിലവിലെ അവസ്ഥയിൽ LDF ഗുണകരമാകില്ല. കാരണം UDF വോട്ട് സ്പ്ലിറ്റ് ആവാനല്ലേ അത് കാരണമാണ്. അത് അങ്ങനെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അരയും തലയും മുറക്കി LDF CPM ഇറങ്ങുകയാണ്. അതിൽ LDF നായകൻ എന്ന നിലയിൽ TP രാമകൃഷ്ണനും ഉണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.